വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന ദേശീയ നേതാവ് മദൻ മോഹൻ മാളവ്യ, ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ഇർവിൻ പ്രഭു, ചിറ്റഗോങ് ആയുധ കലാപം നടന്ന തീയതി 1930 ഏപ്രിൽ 18. ചിറ്റഗോങ് ആയുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സൂര്യസെൻ. സൂര്യസെന്നിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ദേശസ്നേഹി താരകേശ്വർ ദാസ്താർ. ചിറ്റഗോങ് ആയുധ കലാപത്തിൽ സൂര്യസെന്നിനോടൊപ്പം പങ്കെടുത്ത വനിത കൽപ്പന ദത്ത. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ച വ്യക്തി സൂര്യസെൻ. 2ഉം 3ഉം വട്ടമേശ സമ്മേളന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1ഉം 2ഉം വട്ടമേശ സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റുകളുടെ പ്രതിനിധിയായി പങ്കെടുത്ത മലയാളി സർദാർ KM പണിക്കർ. 2ആം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയെ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധിജി ഇർവിൻ ഉടമ്പടി. അത് 1931 മാർച്ച് 5-നാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നടപടി കമ്മ്യൂണൽ അവാർഡ്. അത് 1932-ലാണ് കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? ഗാന്ധിജിയും അംബേദ്കറും. അത് 1932 സെപ്റ്റംബർ 24-ാണ്. പൂനെ കരാർ ഒപ്പുവെക്കാൻ മധ്യസ്ഥ വഹിച്ചത് ആരാണ്? പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ. ചിറ്റഗോങ് ആയുധകലാപം നടന്ന തീയതി 1930 ഏപ്രിൽ 18. ചിറ്റഗോങ് സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സൂര്യസെൻ. സൂര്യസെന്നിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ദേശസ്നേഹി താരകേശ്വർ ദാസ്തർ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം. 2ആം വട്ടമേശ സമ്മേളനം.